സമയത്തായിട്ട് ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിക്കുവാൻ, അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. യേശു നൽകുന്ന സൗഖ്യവും സമാധാനവും സ്വാതന്ത്ര്യവും ഓരോ കുടുംബങ്ങളിലും എത്തിച്ചേരേണ്ടതിനായി കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾ ഒന്നിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ രാത്രിയിലും കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ നേരെ കൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ അങ്ങ് തരുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താലും ശക്തിയാലും എല്ലാവരെയും അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ ആവശ്യങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കർത്താവെ, നിൻ്റെ വിടുതൽ അവർ അനുഭവിക്കട്ടെ. കർത്താവ്, അവർ കടന്നു പോകുന്ന ഓരോ വിഷയത്തിനും മറുപടി ലഭിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്ന. കർത്താവ്, തുടർന്നും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ്, അനേകർക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. അനേക പ്രിയകര കുടുംബാംഗങ്ങൾ നമ്മോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ മഹത്വവും യേശു നൽകുന്ന സൗഖ്യവും അനേക കുടുംബങ്ങളിലും വ്യക്തികളിലും അനുഭവിപ്പാനിടയായിത്തീരും. അതെ ദൈവത്തിനെ നമ്മൾ പ്രിയങ്കല ചെയ്യുന്നവരെ നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും മറുപടി നൽകി തരുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിൽ നിന്നും അനിത എന്ന് പറയുന്ന ഒരു സഹോദരി പ്രിയങ്കലയിൽ അറിയിച്ചൊരു പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്, അത് അവർക്ക് വേണ്ടിയായിരുന്നില്ല. അവർ അയൽപക്കത്തുള്ളൊരു വ്യക്തി ഡിസ്കിന് പ്രോബ്ലമായിട്ട് വളരെ നാളുകളായി പ്രയാസങ്ങളെ കടന്നുപോയി ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്തിട്ട് അത് സൗഖ്യമായില്ല. ഈ വിഷയമാണ് പ്രിയങ്കലയിൽ അറിയിച്ച് നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രിയങ്കലയിൽ ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളുടെ എല്ലാവരെയും ഒന്നിച്ചുള്ള പ്രാർത്ഥനയുടെ ഫലമായി യേശു അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചു. 20 വയസ്സുള്ള മകൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന സമയത്താണ് കൊച്ചിയിൽ നിന്ന് ഒരു മാതാവ് ആ മകന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രിയങ്കലയിൽ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല സുനിമത്രയെ നമ്മോട് കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായ സൗഖ്യം നൽകിയ ക്യാൻസർ ഇപ്പോൾ ഇല്ല. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇത് ലെസിയാണ് കോട്ടയത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. മകൾ സൗദിയിൽ കോവിഡ് ഡ്യൂട്ടിയിൽ ആയിരുന്നു. പക്ഷെ മകൾക്ക് ശരീരത്തിന് അസ്വസ്ഥതയും പ്രയാസമൊക്കെ വന്നപ്പോൾ ഈ അമ്മ പ്രിയങ്കലയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. മോൾക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ സമയത്തും പ്രാർത്ഥന ചോദിച്ചു. പക്ഷേ ഒരു കുഴപ്പവും കൂടാതെ കർത്താവ് മകളെ വിടുവിച്ചു, സൗഖ്യവും നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ പങ്കിടുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു സ്ഥലമായിട്ട് പ്രിയങ്കല ശുശ്രൂഷ ആ പ്രിയങ്കല കുടുംബാംഗങ്ങൾ കാണുന്നു. ഇത് തിരുവനന്തപുരത്തും ഒരു സഹോദരി അറിയിച്ചത്, ഹസ്ബൻഡിന്റെ അങ്കിൾ ആക്സിഡന്റിലായിട്ട് വെന്റിലേറ്ററിൽ വളരെ സീരിയസ് ആയിരുന്ന സമയത്തായിരുന്നു പ്രിയങ്കലയിൽ അങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. സുനിമത്രേ, ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് യേശു പരിപൂർണ്ണ സൗഖ്യം നൽകി. ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പൂർണ്ണ സൗഖ്യത്തിനായി പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ഇത് മകളുടെ കുഞ്ഞിന്റെ കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ദൈവത്തിൽ ഈ വിഷയം പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. മാത്രമല്ല നമുക്കറിയാം, ഇത് തത്സമയം നടക്കുന്ന പ്രാർത്ഥന തിങ്കൾ മുതൽ ശനി വരെയും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലും എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ 2 ശുശ്രൂഷയിലും എണ്ണയും വെള്ളവും എടുത്തു വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇവർ ചെയ്ത കാര്യം വീട്ടിൽ ഉപയോഗിക്കുന്ന അല്പം എണ്ണ എടുത്ത് നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ആ മുഴയുള്ള ഭാഗത്ത് അത് പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മെ ഇവിടെ അറിയിച്ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ കഴുത്തിലെ മുഴ മാറി പ്രാർത്ഥിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. കാരണം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. ഇത് സുൽത്താൻ ബത്തേരിൽ നിന്ന് ഒരു കുടുംബം അറിയിച്ചിരിക്കുന്ന 5 വയസ്സുള്ള മകൻ്റെ കഴുത്തിൽ 2 സൈഡിലും മുഴകൾ നിമിത്തം വളരെ വിഷമിക്കുന്ന സമയത്താണ്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിനിമ ഓർമ്മപ്പെടുത്തിയ പോലെ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം എണ്ണയെടുത്ത് യേശുവിനോടുള്ള വിശ്വാസത്തോടുള്ള അടയാളത്തിൽ ആ മകൻ്റെ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. സിനിമയെ അടുത്ത ദിവസം നോക്കിയപ്പോൾ ആ മുഴ അവിടെ കാണാനില്ല. യേശു സൗഖ്യമാക്കി എന്നറിയിച്ചിരിക്കുന്നു. ഈ രാത്രി നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ സൗഖ്യം വിടുതലും ഓരോ പ്രിയപ്പെട്ട അനുഭവിക്കുമാറായിട്ട്. ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ആ മുഴകൾ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ മുഴകൾ ശരീരത്തിൽ നിന്നും മാറണം. അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാണോ? ആ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ സൗഖ്യമില്ലാതെ വിഷമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമായി തീരട്ടെ. ആമേൻ. ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളുടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടെ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹൃദയ സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ കർത്താവേ. ഐസിയുലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്റർ
ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, മാനസികമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഭയത്തിന് നിഴലിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. ഏത് രോഗമാണെങ്കിലും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതകരമായ സൗഖ്യം അനുഭവിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇവിടെ ശിവൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ നമ്മ ഇവിടെ അറിയിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സഭയിൽ ഒരു 25 പേരോളം കോവിഡ് പോസിറ്റീവായി വളരെയധികം വിഷമിക്കുന്ന സമയം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വിഷയം പ്രേയിങ് കേരളയിൽ നമ്മെ അറിയിച്ചു. നമ്മൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ 25 പേർക്കും കർത്താവ് അത്ഭുതമായി സൗഖ്യം നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചാൽ എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇത് നമ്മളെ ഇവിടെ 22/6 അറിയിച്ചിരുന്നത് ഇങ്ങനെയാണ്. കൊച്ചുമകന് 3 മാസം പ്രായമുള്ള കുഞ്ഞ് തൊട്ടിയിൽ നിന്നും താഴെ വീണു. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രിയങ്കലിൽ അറിയിച്ചു. അപ്പോൾ തന്നെ ആശുപത്രിയിലും കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. കുഞ്ഞിപ്പോൾ സൗഖ്യത്തോടു കൂടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. സ്വന്തമായിട്ട് വീട് വസ്തു ഒന്നുമില്ലായിരുന്നു. ഈ വിഷയമാണ് പ്രേയിങ് കേരളയിൽ ഇവർ അറിയിച്ചു. 4 വർഷം മുമ്പ് പ്രേയിങ് കേരളയിൽ ഇവർ അറിയിച്ചു. നമ്മുടെ കൂടെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. നമ്മൾ ഇവിടെ 28/8/2020 അറിയിച്ചത് ഒരു ഭവനം പണിത് പൂർത്തീകരിച്ചു. അതിൽ കയറി താമസിക്കുവാനും കർത്താവ് സഹായിച്ചു എന്ന് നമ്മെ അറിയിച്ചു. നമ്മുടെ കുടുംബാംഗങ്ങൾ അനേകം പ്രിയപ്പെട്ട് ഇന്ന് ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കും. സ്വന്തമായിട്ട് വീടില്ലാത്ത പ്രിയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ വസ്തുവുണ്ട്, പക്ഷേ അതിനകത്ത് വീട് പണിയാൻ പറ്റുന്നില്ല. പല തടസ്സങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീടിൻ്റെ പണി തുടങ്ങി, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർത്തീകരിച്ച് വീടിനകത്ത് കയറി താമസിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടിട്ടുണ്ട്. വളരെ ആഗ്രഹിച്ചും ലോൺ എടുത്തും ഒക്കെ പണിത വീട് കയറി താമസിക്കാൻ, പക്ഷേ അതിന് മുമ്പേ തന്നെ വിൽക്കേണ്ട സ്ഥിതിയിലൊക്കെ ആയ പ്രിയപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് നമ്മൾക്ക് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും അവരുടെ സ്വപ്നം പോലെ അനുഗ്രഹിക്കപ്പെട്ട വീട് ഉണ്ടാകട്ടെ. അതിനായി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കർത്താവേ വീടില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് വീട് പണിതിട്ട് കയറി താമസിക്കുവാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. വീട് പകുതിയാക്കി കഴിഞ്ഞിട്ട് മുന്നോട്ട് പണി ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അതുപോലെ കർത്താവേ ലോണിന് ശ്രമിച്ചിട്ട് ലോൺ ലഭിക്കാത്തവരുണ്ട് കർത്താവേ. ഞങ്ങൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, അവിടുന്ന് വഴി ഇല്ലാത്തിടത്ത് വഴി തുറക്കുന്ന ദൈവമാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വീട് ഉണ്ടാകുവാൻ തക്കവണ്ണം യേശു കർത്താവിന്റെ കരം അങ്ങനെയുള്ളവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവിടുന്ന് മരുഭൂമിയിൽ ഉറവകളെ തുറക്കുന്ന ദൈവം, മരുഭൂമിയിൽ വൻ മരങ്ങളെ വെച്ചുപിടിപ്പിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ അത്ഭുത കരം ഇന്ന് തന്നെ കർത്താവേ അവിടുന്ന് വെളിപ്പെടുത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് COVID-19 നമ്മുടെ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ആമേൻ അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും സാമ്പത്തികമായ പ്രയാസങ്ങളുടെ കടന്നു പോകുന്നു. നമ്മുടെ രാജ്യത്തിൽ തന്നെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. പല വ്യവസായ സ്ഥാപനങ്ങളും അടഞ്ഞു, പല ബിസിനസ് സ്ഥാപനങ്ങളും നഷ്ടം നിമിത്തം പൂട്ടിപ്പോയ അവസ്ഥകളുണ്ട്. അതിൽ പല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്ന അനേക സാക്ഷികളും നമുക്ക് ലഭിക്കുന്നു. ഇത് കുന്നംകുളത്തുനിന്നും ഒരു മാതാവ് അറിയിച്ചത് ഇവർക്ക് സ്വന്തമായിട്ട് 2 കടകളുണ്ടായിരുന്നു. എന്നാൽ ഈ കോവിഡിൻ്റെ സമയത്ത് ലോക്ക്ഡൗൺ ഉള്ളത് നിമിത്തം 2 കടകളും വലിയ തകർച്ചയിലൂടെയും നഷ്ടത്തിലൂടെയും പോകുന്ന സമയത്ത്, അത് അടഞ്ഞു കിടന്ന സമയത്താണ് മറ്റൊരു വ്യക്തി പറഞ്ഞ് പ്രേയിങ് കേരള ശുശ്രൂഷയിൽ നമ്മോടുകൂടെ ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പതിവായി പങ്കെടുക്കുവാൻ തുടങ്ങി. സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2 കടകളും തുറക്കുവാൻ കർത്താവ് സഹായിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. വീണ്ടും പത്തനംതിട്ടയിൽ നിന്നും ഒരു മാതാവ് അറിയിച്ചിരിക്കുന്നത് കടുത്ത സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ പ്രത്യേകിച്ച് ഇവർക്ക് അല്പം വസ്തു ഉണ്ടായിരുന്നു, അത് ജപ്തിയിലൂടെ പോകുന്ന സമയത്താണ് പ്രത്യേകിച്ച് പ്രേയിങ് കേരള ശുശ്രൂഷയിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. നമുക്കറിയാം പ്രേയിങ് കേരള ശുശ്രൂഷയിൽ നമ്മൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനേക കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഓരോ വിഷയത്തിൻ്റെ മേലും വെളിപ്പെടുന്നു. ലിസസിനെ സംഭവിച്ചത് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ജപ്തി ആ ഭവനത്തിൽ നിന്ന് മാറി കർത്താവ് തുറന്ന അത്ഭുതകരമായ വഴികൾ ആ കുടുംബത്തിന് വേണ്ടി ലഭിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിൽ നിന്നും ഒരു സാക്ഷ്യം കൂടെ കോട്ടയത്ത് നിന്നൊരു മാതാവ് അറിയിച്ചത് ഹസ്ബൻഡ് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു ജോലിയില്ലാതെ വളരെ വിഷമിക്കുന്ന സമയത്ത് പ്രേയിങ് കേരളയിൽ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി
ലഭിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രത്യേകിച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിദേശത്ത് നിന്നും അനേക പ്രിയപ്പെട്ടവർ നാട്ടിലേക്ക് വന്നു, എന്നാൽ അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ട് കടുത്ത സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഉപരിയായി ആമേൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകലതും ചെയ്തെടുപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് കർത്താവെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ച അവരുടെ ബിസിനസ് മേഖലകളെ അതിൻ്റെ വ്യാപാര ശക്തിയെ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉടഞ്ഞ പാത്രങ്ങളെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത കരുതലുകൾ ആ കുടുംബങ്ങളിൽ ഇപ്പോഴുണ്ടാകുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ജോലി നഷ്ടപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യാം എന്നുള്ള ആഗ്രഹത്തോടെ നാട്ടിൽ കടന്നു വന്നിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. കർത്താവെ, അവർക്ക് താങ്ങായി തണലായി നിൽക്കേണ്ടതിന് കർത്താവെ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ച വഴികൾ തുറക്കാതെ അതിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആ കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ വഴി അവിടെ തുറക്കേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നഷ്ടത്തെയും ലാഭമാക്കുന്ന ദൈവിക സ്വസ്ഥത, സമൃദ്ധമായ ജീവൻ ഓരോ വ്യക്തികളിലും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പിതാവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യവസായ ശാലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെറുകിട കർഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ നഷ്ടങ്ങൾ മാറട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ തുറക്കുന്ന പുത്തൻ വഴികളും വാതിലുകളും അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും കർത്താവെ ആത്മാവിൽ നിന്നും ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും മാറട്ടെ. കർത്താവെ, അങ്ങ് നൽകുന്ന സമാധാനം, അങ്ങ് നൽകുന്ന സ്വാതന്ത്ര്യം, അങ്ങ് നൽകുന്ന വിടുതൽ ഇപ്പോൾ തന്നെ കർത്താവെ ആ കുടുംബങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനയും ആരാധന 2025 ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന 2013 ഫെബ്രുവരി 1-ാം തീയതിയിൽ യേശു ശുശ്രൂഷ ആരംഭിക്കുന്ന അന്ന് മുതൽ ഇന്ന് വരെയും തത്സമയമായിട്ട് ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുമ്പോൾ അനേകം പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. പ്രിയങ്കിൽ വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിൽ നമ്മളുടെ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങൾക്കെല്ലാം കർത്താവ് മറുപടി നൽകി തരുന്നത് 16-10, അതായത് ഇന്ന് 11-16 രാവിലെ ഇവിടെ എത്തിയത് വാട്സപ്പിലൂടെ മധു അറിയിച്ച് അവർക്കൊരു ഹൗസിംഗ് ലോൺ അത് സാങ്ഷനായി ലഭിക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആ വിഷയം അത് മാറി അത് സാങ്ഷൻ ആകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചു, അത് ലഭിച്ചു എന്ന് നമ്മെ ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഇതും 16-10-2020 വിൻസെൻ്റ് അറിയിച്ചിരിക്കുന്ന മകൾ ആശയ്ക്ക് ഒരു നോർമൽ ഡെലിവറി നടക്കേണ്ടതിന് വേണ്ടി പ്രിയങ്കയിൽ പ്രാർത്ഥന ചോദിച്ചു. ഒരു നോർമൽ ഡെലിവറി നടന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ പെൺകുഞ്ഞിനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. വീണ്ടും 16-10-2020 11:25 രാവിലെ ഇവിടെ ബിനി ബാബു പുനലൂരിൽ നിന്ന് അറിയിച്ചത് BSc നഴ്സിംഗിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. ആ വിഷയത്തിന് വേണ്ടി പ്രിയങ്കയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും നമ്മൾ രാവിലെ ഇന്ന് നടക്കുന്ന സകല കാര്യത്തിൻ്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കും. ആ വിഷയത്തിന് ആ സമയത്ത് ആ മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ ആ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് കോളേജിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. ഇത് മാത്യു കുര്യനാണ് തിരുവല്ലയിൽ നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഭയങ്കരമായ ചുമ, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് എക്സ്റേ എടുക്കണമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. ഈ സമയത്ത് പ്രിയങ്കയിൽ ചേർന്ന് പ്രാർത്ഥിച്ച എക്സ്റേ റിപ്പോർട്ടിൽ ഒരു കുഴപ്പവുമില്ല എന്നറിയുവാൻ ഇടയായി. മാത്രമല്ല ചുമയിൽ നിന്ന് കർത്താവ് അത്ഭുതമായിട്ട് പൂർണ്ണമായും വിടുതൽ നൽകി കൊടുത്തു എന്നറിയിച്ചിരിക്കുന്നു. ഇത് അമ്മ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പ്രിയങ്കയിലെ പ്രാർത്ഥന ചോദിച്ചിട്ടാണ് കടന്നുപോയത്. ഇത് ഡൽഹിയിൽ നിന്നും സുമ ജോണാണ് അറിയിച്ചിരിക്കുന്നത്. ശരീര പ്രയാസം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി. മാത്രമല്ല എല്ലാ റിപ്പോർട്ടുകളും നോർമലാകുവാനും കർത്താവ് സഹായിച്ചു എന്നറിയിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളിലെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങളുണ്ട്, രോഗികളുണ്ട്, അവരുടെ സൗഖ്യത്തിൻ്റെ പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതലും ഓരോരുത്തർക്കും ലഭിക്കേണ്ടതിനായി ഈ രാത്രി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവെ സ്തോത്രം 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 യേശുപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ കർത്താവെ ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ സ്തോത്രം കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യം കർത്താവെ ഓരോ കോവിഡ് രോഗികളുടെ മേലും പകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അവർ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ ക്വാറന്റൈനിലായിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കും കർത്താവിന്റെ സൗഖ്യം കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ അങ്ങ് പകരണം യേശുപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റ് ഇതര രോഗത്താലിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ. അവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഈ സന്ധ്യാസമയത്ത് അവർക്ക് സൗഖ്യം അപ്പച്ച സ്തോത്രം അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അങ്ങ് അയക്കണം യേശുപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കേരളയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഓരോ കുടുംബാംഗത്തോടും ഹൃദയംഗമായി ഞങ്ങൾ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ എത്രയോ ലക്ഷം ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുവിൻ്റെ വിടുതലും നന്മയും അനുഭവിപ്പാൻ ഇടയായി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us from all across the globe. There are 262 precious people joining us on YouTube right now. We thank you. We appreciate your partnership, your leadership and your sincere prayers for somebody who is suffering in different regions of life. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ആളുകൾ നിലവിളിക്കുക. അല്പം മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്ത ചില ടെലഫോണുകളിൽ മനുഷ്യൻ്റെ വിലാപങ്ങൾ കരച്ചിലുകൾ നമുക്ക് കേൾക്കുന്നു. പ്രാർത്ഥിച്ച പക്ഷേ അതിന് നടുവിൽ പ്രൈക്കറിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അത്ഭുത വിടുതലും സൗഖ്യവും നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. അല്പം മുമ്പ് ഒരാൾ എന്നോട് സംസാരിച്ചു, പ്രേയിങ് കേരള തിരുവഴുത്തിൽ കാണിച്ചു തരുന്ന ശരിക്കുമുള്ളൊരു സങ്കേത നഗരം തന്നെയാണ് എന്നിങ്ങോട്ട് സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായി. താങ്ക് യു. തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. സങ്കേത നഗരമാണ്. ഏത് സന്ദർഭത്തിലും ആർക്കും ഓടി അണയുവാൻ. അല്പം മുമ്പ് ഗൾഫിൽ നിന്ന് എൻ്റെ നമ്പർ ആരോ കൊടുത്തതിന് ശേഷമായിട്ട് വിളിച്ച് അവരുടെ ബന്ധുവിൽപ്പെട്ട ഒരാൾ ക്യാൻസർ നിമിത്തം വളരെയധികമായി വിഷമിക്കുന്നു. ട്രിവാൻഡ്രം RCCയിൽ ICUവിലേക്ക് മാറ്റി. ഈ വിവരം അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ആകെ വിഷമിച്ചപ്പോൾ അബുദാബിയിലുള്ള ഒരു ടീച്ചറാണ്, പ്രേയിങ് കേരള അറിയാവുന്ന ഒരു ടീച്ചറാണ് ഈ മാതാവിന് എൻ്റെ നമ്പർ കൊടുത്തത്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചു. നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ക്യാൻസർ നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ICUവിലും വെന്റിലേറ്ററിലും മറ്റുമായിരിക്കുന്ന രോഗികളുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ തിരുവഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടുന്ന് നമ്മുടെ അകൃത്യം ഒക്കെയും മോചിച്ച് നമ്മുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. അപ്പൊ സകല രോഗങ്ങൾ എന്നതിനകത്ത് COVID-19 ഇന്ന് വൈകിട്ട് നമുക്ക് അനുഭവിക്കുന്ന ആ തുമ്മൽ വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി ആ കരങ്ങളെ രണ്ടും ഉയർത്തി വിവിധ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്കായി, സൗഖ്യമില്ലാത്തവർക്കായി നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിവേദനയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ക്യാൻസറസ് ട്യൂമർ ശരീരത്തിൽ വഹിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ യേശു കർത്താവിന്റെ അടിപ്പിണറിന്റെ സൗഖ്യം, കാൽവറി ക്രൂശിൽ മറുവിലയായി തീർന്ന യേശു കർത്താവിന്റെ അടിപ്പിണറിന്റെ സൗഖ്യം ഇന്ന് ഓരോ രോഗികളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് വാക്കു പറഞ്ഞ യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഈ ക്ഷണത്തിൽ പുറപ്പെട്ടു പോകട്ടെ. ഉച്ചി മുതൽ ഉള്ളം കാല് വരെ അത്ഭുതകരമായി സൗഖ്യങ്ങൾ നടക്കട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രേയിങ് കേരള ശുശ്രൂഷയിൽ കുടുംബങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും യഹോവയുടെ നാമത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് അവൻ്റെ മഹത്വം കൊണ്ട് നിറയപ്പെടും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരുമിച്ച് ലോകരാജ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അനേക രാജ്യങ്ങൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ COVID-19 നിമിത്തം അനേക രാജ്യങ്ങൾ വിഷമിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർ ഓരോ ദിവസവും അനേക പ്രിയപ്പെട്ട രോഗത്താൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോക രാജ്യങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രേയിങ് കേരള കുടുംബങ്ങൾ ഒന്നിച്ച് കർത്താവ് ലോക രാജ്യങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തെയും നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൗത്ത് ആഫ്രിക്ക അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവിക സമാധാനം ഈ രാജ്യങ്ങളുടെ മേൽ വരട്ടെ. ജർമ്മനിക്ക്
വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഐസ്ലൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മഹത്വം ഈ രാജ്യങ്ങൾ വെളിപ്പെടുമാട്ടെ. ഇറാഖിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ആ Lord രാജ്യത്തോട്. Jesus, we pray for Israel. Lord, let your will be perfected in Israel. We pray for Japan. In the name of Jesus, we bless her, Father God. Let your glory fill Japan, Father. We pray for Malaysia and Poland, Father. Let your will be done on these nations, Father. We pray for Australia. Let your kingdom come in Australia. We pray for United States of America, Father God. Father God, let your kingdom come in America, Father, and let your will be done, Father. We pray for Denmark. We bless her in the name of Jesus. We pray for France. Let your glory and power penetrate through Belgium and Brazil. In the name of Jesus, we bless Egypt in the name of Jesus, Father കർത്താവേ, God. ബംഗ്ലാദേശിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലും അടിമത്തങ്ങളിലൂടെ പോകുന്നവരുണ്ട്, അവരെ വിടുവിക്കണമേ. ഫിൻലൻഡിനായി പ്രാർത്ഥിക്കുന്നു, ഗ്രീസിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് ഈ രാജ്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഇറാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇറാഖിനായി പ്രാർത്ഥിക്കുന്നു, അയർലൻഡിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇറ്റലി അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ നിറവും നന്മയും അവരുടെ മേൽ ഉണ്ടാകുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിഡിൽ ഈസ്റ്റിലുള്ള ഓരോ രാജ്യങ്ങളും ഫാർ ഈസ്റ്റിലുള്ള ഓരോ രാഷ്ട്രത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുവെഴുത്ത് വായിക്കുന്നല്ലോ. ലെറ്റ് ദ ഐലൻഡ്സ് റിജോയ്സ് ബിക്കോസ് ഓഫ് യു, ഓ ഗാഡ്. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്, കർത്താവെ, ദ്വീപുകൾ ഉല്ലസിക്കട്ടെന്ന്. ഇന്നു രാത്രി ദൈവത്തിൻ്റെ ഉല്ലാസത്തെ ഓരോ രാഷ്ട്രത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും ആകാശത്തിൻ്റെ കീഴിൽ പാർക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് ഞങ്ങൾ ഇന്ന് രാത്രി കൊണ്ടുവരുന്നു. അവർ അനുഗ്രഹീതരാകട്ടെ, ദൈവത്തിന്റെ മഹത്വത്താൽ നിറയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, രാജ്യങ്ങളിൽ നിന്റെ മഹത്വം നിറയപ്പെടേണ്ടതിനായി ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൗദി അറേബ്യയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. UAE-ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തായ്ലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ലോകരാജ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ സ്വാതന്ത്ര്യം കർത്താവെ രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഓരോ രാജ്യത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരരെ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി നൽകുന്നു. ആ വിവരങ്ങളും നമുക്ക് ഇവിടെ വരുന്നു. വാട്സാപ്പിലൂടെ ജിനി ലാൽസൻ അറിയിച്ചത് 16/10/2020 മകൻ എബിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഇച്ചിരി പ്രയാസങ്ങളിലൊക്കെ കടന്നു പോകുകയായിരുന്നു. ഈ വിഷയം പ്രേംകളിൽ പ്രാർത്ഥനയുടെ അറിയിച്ചു. കർത്താവ് അത്ഭുതമായി സൗഖ്യം മകന് നൽകി കൊടുത്തു. നെഗറ്റീവ് റിപ്പോർട്ട് ലഭിച്ചു എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് പിതാവിൻ്റെ വിവരം ഇവിടെ അറിയിച്ചത്. പിതാവിന് ഹാർട്ടിന് പ്രോബ്ലംസ് ഉണ്ടായി. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു സർജറിയും അതിനുശേഷം കുറച്ച് പ്രൊസീജിയർ, അതിനുശേഷമായിട്ട് ഒരു ബേസ് മേക്കറും ഒക്കെ വെക്കണം എന്ന് അവർ പെട്ടെന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആകെ കുഴഞ്ഞുപോയി. പക്ഷേ അവർ ബ്രെയിൻ കേരളയിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവർ സന്നദ്ധത കാണിച്ചു. ബ്രെയിൻ കേരളയിലേക്ക് ഒരു വിഷയം വന്നു. അത് രാവിലെ ആണെങ്കിലും പാതിരായ്ക്കാണെങ്കിലും രാത്രിയിലാണെങ്കിലും സിനിമ ഒരു വിഷയം ഇവിടെ ടെലഫോണിലൂടെ, ഇമെയിൽ വഴി, വാട്സാപ്പിലൂടെ, കത്തുകളിലൂടെ ഒക്കെ പ്രാർത്ഥന വിഷയങ്ങൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ജനലക്ഷങ്ങളുടെ വിവരങ്ങളാണ് നമ്മുടെ കയ്യിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നത് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താ നമ്മൾ സംഭവിക്കുന്നത്? പറഞ്ഞ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എങ്ങനെ വന്നാൽ നാം ചെയ്യുന്ന കാര്യം, അത് ഇവിടെ അറിയിച്ചവരുടെ വിവരങ്ങൾ, അവരുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം ഇത് എഴുതുക. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതുപോലെ ഒരു ഫോമിൽ എഴുതിയിട്ട് നമ്മൾ ഈ ഓൾട്ടറിൽ എത്തിക്കുന്നു. അതിനുശേഷം നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഓൾട്ടറിൽ നമ്മുടെ പ്രേംകേരള ആരംഭ ദിവസം ആദ്യം വിളിച്ച് പറഞ്ഞ വ്യക്തിയുടെ മുതലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ 17 ലക്ഷത്തിന് മീതെ വ്യക്തികളുടെ കുടുംബങ്ങൾ വിവരങ്ങൾ ആ ഓൾട്ടറിലുണ്ട്. 1.7 million individuals prayer requests have come all the way all from different parts of the globe, and God of heaven in Jesus is touching lives. This is without an advertisement. Amen. People are helping one another, others to experience the healing power of Jesus in their personal life. ഇന്ന് പ്രേംകേരളയുടെ കുടുംബയോഗം നടന്നുകൊണ്ടിരുന്ന കാലത്ത് കുമ്പനാട് നമ്മൾ ആദ്യമായിട്ടൊരു കുടുംബയോഗം നടന്നപ്പോൾ അന്ന് വന്ന ആ പ്രിയപ്പെട്ടവന് അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കടത്തിലൂടെ പോവുകയായിരുന്നു. സിനിമതരെ, ഇന്ന് എൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പടം കണ്ടപ്പോൾ, ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതുപോലെ 5 വർഷത്തിന് മുൻപ് ഒരു ദിവസമാണ് അദ്ദേഹം പ്രേംകേരളയിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന്. ഇന്ന് അദ്ദേഹം കരഞ്ഞും നിലവിളിച്ചും കടത്തിനകത്തും നശിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല,
കടം തൻ്റെ ജീവിതത്തെ തീർത്തു എന്ന് പറഞ്ഞെടുത്ത് യേശു ആ മനുഷ്യനെ ഉയർത്തി. ഇന്ന് അനേക ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവം അദ്ദേഹത്തെ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി. അതുപോലെ തന്നെ ചെയ്തത് ഈ പിതാവിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഇവർ നിലവിളിച്ചു, ദൈവസന്നിധിയിൽ പ്രേം കേരള കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പറയുന്നു പേസ് മേക്കറും വേണ്ട, ഒന്നും വേണ്ട, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി ഡോക്ടേഴ്സ് ചോദിക്കുന്നത് ഞങ്ങൾ അറിയാതെ വേറെ എന്തോ മരുന്ന് നിങ്ങൾ കഴിച്ചു. ഇവരോട് ഞാൻ തന്നെ പേഴ്സണലി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകളൊക്കെ പൂട്ടിപ്പോകുന്നു, എല്ലായിടത്തും സാമ്പത്തിക പ്രയാസങ്ങൾ, ജോലിയില്ല, ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനിത്. പക്ഷേ അദ്ദേഹം ഈ മിസ്റ്റർ ഷാജിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: യേശുവിൻ്റെ സന്നിധിയിൽ പ്രേംകല്ല ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ അസാധാരണമായ വഴികളാണ് ദൈവം അവർക്ക് തുറന്നു കൊടുക്കുന്നത്. അതെ സാമ്പ്രദായ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും കർത്താവ് അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് തിരുവല്ലയിൽ നിന്നും ടീനമ്മ അറിയിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: മരുമകൾക്ക് ഏലിയാം ഫിലിപ്പിന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് പാസ്സാകേണ്ടതിന് വേണ്ടി പ്രേംകേലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചോദിച്ചോ, ചേർന്ന് പ്രാർത്ഥിച്ചോ, പാസ്സായി എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല നേഴ്സിന് ഒരു എക്സാമും ഉണ്ടായിരുന്നു, ഇതും പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചു, അതും പാസ്സായി എന്ന് അറിയിച്ചിരിക്കുന്നു. 26/10/2020 ഇവിടെ അറിയിച്ചിരിക്കുന്ന സുഹൃത്തിൻ്റെ മകൾ അലീന വെന്റിലേറ്ററായി. എന്ത് കാരണം കൊണ്ടാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ വാട്സാപ്പ് സന്ദേശം ഇവിടെ അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രേംകേല ചേർന്ന് പ്രാർത്ഥിച്ചു, പരിപൂർണ്ണ സൗഖ്യമായി, മാത്രമല്ല ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോയി. ഈ സന്ദർഭത്തിൽ നമുക്ക് ടെലഫോൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് എടുക്കാൻ ശ്രമിക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്. ജോൺസൺ കോഴഞ്ചേരി. ജോൺസൺ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞത്. ജോൺസൺ ഫോണിൽ വരുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ? കേട്ടായിരുന്നു, ഞാൻ കേട്ടു. ഇന്ന് അത് ഞാനൊരു ചെറിയ ഒരു ആഗ്രഹമാണ്, ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞോട്ടെ. പിന്നെന്താ, ഞാൻ എൻ്റെ ജീവിതത്തില് ഞാൻ എൻ്റെ ബർത്ത്ഡേ പോലെ തന്നെ കരുതുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഈ ഒക്ടോബർ 16 എന്ന് പറയുന്നത്. 2015 ഒക്ടോബർ 16 തീയതിയിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രേം കേരള കുടുംബയോഗം കുമ്പനാട്ടിലേക്ക് കടന്നു വരുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാതെ അവിടെ വന്നത്. പക്ഷെ പൊട്ടിപ്പളഞ്ഞ് എല്ലാ പ്രതീക്ഷകളും അറ്റ് പാഴിന്റെയും ശൂന്യതയുടെ അവസ്ഥയിലാണ് ഞാൻ അവിടെ വന്നത്. പക്ഷെ അന്ന് എനിക്ക് ഒരു പുതിയ ജീവൻ ലഭിച്ച അനുഭവമായിരുന്നു. ഒരു പുതിയ സൃഷ്ടിയായിട്ട് അന്ന് മാറുന്ന അനുഭവം എനിക്ക് ലഭിച്ചു. എന്തായിരുന്നു ഇന്ന് ഫലം എന്ന് ചോദിച്ചാല്, ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ അറിയാതെ അവിടെ കടന്നു വന്ന എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി ദൈവം തന്ന വിടുതല്, സൗഖ്യം, അത് ഉച്ചത്തില് വിളിച്ചു പറഞ്ഞപ്പോൾ അനേകരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഇടയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 5 വർഷം കർത്താവ് വളരെ അതിശയകരമായിട്ട് നടത്തിയത്. എല്ലാം ഒന്നും ആഗ്രഹിച്ചതുപോലല്ല നടന്നത്, എങ്കിലും തകർന്നു പോകാതെയും തരിപ്പണമായി പോകാതെയും വീണു പോകാതെയും ദൈവം അവന്റെ ഉള്ളം കയ്യില് എന്നെ നടത്തി. സ്തോത്രം. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഈക്കാലാടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കൂടെ നിന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു പിന്നെ ജോൺസൺ ചായ. ഈ സന്ദർഭത്തിൽ യേശുവെ മഹിമപ്പെടുത്തുവാൻ താങ്കൾ കാണിച്ച വലിയ മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുമാത്രമല്ല, കടം കയറി കഴിയുമ്പോൾ, ജീവിതത്തിൽ വഴിമുട്ടുമ്പോൾ ആളുകൾ സാധാരണ ചെയ്യുന്നത് അവർ ആത്മഹത്യ ചെയ്യുക. കുറച്ച് നാൾ അവരങ്ങ് മുങ്ങി നടക്കും. പക്ഷേ ഈ ജോൺസൺ ചാൻ മുങ്ങി നടന്നില്ല. പകരം യേശുവിൻ്റെ സന്നിധിയിൽ പ്രേം കേരള ഒരു പശ്ചാത്തലമായി ദൈവം അതിനെ ഉപയോഗിച്ചു. പക്ഷെങ്കിൽ നമ്മളിവിടെ ആർക്കാണെങ്കിലും കാണിച്ചു കൊടുക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നതും ഏതു സാഹചര്യമാണെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിക്കുക. ജോൺസൺ അതിൻ്റെ കാരണം 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. നമുക്ക് സങ്കേതം നഷ്ടപ്പെടുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്, നമുക്ക് ബലം നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. പണക്കാർ നമുക്ക് കൂടെ ഉണ്ടാകും, പക്ഷെങ്കിൽ അവ എല്ലാം പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിലും നമുക്ക് സങ്കേതമായി, നമുക്ക് ബലമായി കർത്താവ് കൂടെയുണ്ട്. ഇന്ന് സ്റ്റീഫന്, ജോൺസൺ നമ്മുടെ കുന്നംകുളത്തെ സ്റ്റീഫനെ ഓർക്കുന്നില്ലേ?
കുന്നംകുളത്തെ സ്റ്റീഫൻ തീർച്ചയായും ആ പൊട്ടിപ്പൊളിഞ്ഞ പേഴ്സുമായിട്ട് നടക്കുന്ന ആ വലിയ പേഴ്സുമായിട്ട് നടന്ന് എനിക്ക് ഓർക്കുന്നുണ്ട്, കാലിയായ പേഴ്സുമായിട്ട് പ്രിയങ്കരുടെ കുടുംബയോഗത്തിൽ വന്നത്. എനിക്കൊന്ന് 10 രൂപയോ 100 രൂപ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കൊടുത്തു. പിറ്റേ മാസം 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ച് അടുത്ത മീറ്റിങ്ങിൽ വരുമ്പോൾ ആ പേഴ്സ് നിറയെ, അദ്ദേഹത്തിൻ്റെ വാളറ്റ് നിറയെ നല്ല നല്ല നിറഞ്ഞ കറൻസികളുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. യേശു അതിശയങ്ങളുടെ ദൈവം. നാം ചിന്തിക്കുന്നത് പോലെ 1000 വർഷം കഴിഞ്ഞല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. ഉടനെ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെടും. ഇപ്പോൾ ജോൺസൺ ചാൻ ചോദിച്ചാലും ജോൺസൺ ചാൻ പറയും യേശു അദ്ദേഹത്തിന് വേണ്ടി ഉടനെ പ്രവർത്തിച്ചു. 24 മണിക്കൂർ എന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് കർത്താവ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. സിൻബദറെ, ഇത് സിൻബദറാണല്ലോ ഇന്ന് ഈ കോൾ അറ്റൻഡ് ചെയ്ത്. ജോൺസൺ ചാനെ നമുക്ക് ജോൺസൺ ചാൻ ഫോൺ കട്ട് ചെയ്യേണ്ട, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. അതുവരെ ഒന്ന് നിൽക്കണേ. സാമ്പ്രദർ, ഇത് നമ്മളെ കുന്നംകുളത്തും സ്റ്റീഫൻ ചേട്ടൻ അറിയിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം തൃശ്ശൂർ കട നടത്തുകയാണല്ലോ, തൃശ്ശൂർ കട നടത്തും. പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒത്തിരി വെല്ലുവിളി നടന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മുടെ കുടുംബത്തിലൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹം വരുമ്പോൾ ആ കടയുടെ ചാവിയായിട്ടാണ് വരുന്നത്, താക്കോൽ കൂട്ടമായിട്ടാണ് വരുന്നത്. നമ്മൾ അവിടെ ഒന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കടയുടെ വാടകയുടെ 50% അദ്ദേഹത്തിന് ഇളച്ച് കിട്ടിയത് കൊണ്ട് ആ കട പൂട്ടാതെ ആ കട നടത്തിക്കൊണ്ട് പോകാൻ ദൈവം സഹായിച്ചു. യേശു അത്ര നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രായോഗിക വശത്തിലേക്കും ഇറങ്ങി പ്രവർത്തിപ്പാൻ യേശു മതി. കടക്കാരന് വേണ്ടി ഉദ്ധാരകനായി യേശു അവർക്ക് വേണ്ടി അവിടെ നിൽക്കുന്നു. ഇവിടെ വഴിയില്ലാത്തടത്തൊരു വഴിയായിട്ട് 50% വിളച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കട പൂട്ടിക്കെട്ടാതെ അത് നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചു. സിസ്റ്ററിലോ കുറേ കാലങ്ങളായിട്ട് സൂസനെ ഇത് വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്, ന്യൂസിലൻഡിലേക്ക് പോകാനുള്ള പേപ്പേഴ്സൊക്കെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. പ്രേയിങ് കേരളയിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ എല്ലാം റെഡിയാണ്. ഈ യേശുവിന് നമുക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി ഒരു 3 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി യേശുവിന് അതിനേക്കാൾ അതുല്യമായ ഒരു സമയവും ഒരു പ്രവൃത്തിയുമുണ്ട്. അത് 100 വർഷം കഴിഞ്ഞല്ല, അതിപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തിരുവഴുത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുകളിലൊന്ന് ഇപ്പോഴാകുന്നു സുപ്രസാദം. സോ നൗ എന്ന സമയത്തിന് ബൈബിളിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. നോക്കൂ, സുഹൃത്തിൻ്റെ മകളുടെ വിവരം കഴിഞ്ഞ ദിവസം ഈ സഹോദരി ഇത് പ്രാർത്ഥന വിഷയം അറിയിച്ചത്. വെന്റിലേറ്ററിലായിരുന്നു ആ കുട്ടി. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അവർക്ക് നൽകി കൊടുത്തു. ഇത് തിരുവല്ലയിൽ നിന്ന് ബെൻസി തോമസ് അറിയിച്ചിരിക്കുന്നതും 16/10/2020 ഇവിടെ അറിയിച്ചത് ഇങ്ങനെയാണ്. ഹസ്ബൻഡിൻ്റെ കാലിലും മുഖത്തും ഒക്കെ നീരായിരുന്നു. ഈ വിഷയം പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കൊണ്ടിരിച്ചു. കുടുംബങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. നീര് മാറി കർത്താവ് സൗഖ്യം നൽകി കൊടുത്തു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. മകൾ ഗർഭിണി, കുഞ്ഞിൻ്റെ മൂക്കിന് വളർച്ച കുറവായിരുന്നു. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നടന്ന സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല. ആരോഗ്യമുള്ള ആണ് ഇപ്പോൾ കുട്ടി എന്ന് ഡോക്ടർ അറിയിച്ചിരിക്കുന്ന വിവരം 16/10/2020 ലിസിയാണ് ഇത് വയനാട്ടിൽ നിന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നത്. യേശു എത്ര നല്ലവനാണ്. കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ വളർച്ച കഴിഞ്ഞ ഇത് പ്രസവിച്ചിട്ടില്ല ഈ കുട്ടി. പക്ഷേ ഈ കുട്ടിയുടെ സ്കാനിങ്ങിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതാ പറഞ്ഞ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. ഇതുപോലെ കഴിഞ്ഞ ചില മാസങ്ങളിലെ സ്കാനിങ്ങിന് ശേഷം വന്ന റിപ്പോർട്ടുകൾ, കൈയില്ല, വിരലുകളില്ല, മൂക്കില്ല, കണ്ണില്ല, പല അവയവങ്ങൾക്ക് കേടുണ്ടെന്നൊക്കെ പറഞ്ഞ പ്രിയപ്പെട്ടവർ നമ്മളുടെ കുടുംബത്തിൽ ചിലപ്പോൾ കാണും, നമുക്ക് അറിയാവുന്നവർ കാണും. അതൊരു വലിയ വിഷമം തന്നെയാണ് അവരനുഭവിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. അവർ തക്ക സമയത്ത് പ്രസവിക്കുമ്പോൾ 100% ആരോഗ്യമുള്ള നോർമലായ കുട്ടിയെ അവർക്കുണ്ടാകുന്നത് പ്രാർത്ഥന. 3 മാസം പ്രായമായ കുഞ്ഞ് മലം പോകുന്നില്ലായിരുന്നു. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തു. ആ തടസ്സവും പ്രയാസവും ഒക്കെ മാറി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി അടുത്തൊരു മരുന്ന്, ഹസ്ബൻഡ് ഓവർ വെയിറ്റ് ആയിരുന്നു. പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചു കുടിക്കുന്നു. ഹസ്ബൻഡ് ഓവർ വെയിറ്റ് കുറഞ്ഞു. ഈ യേശു എത്ര നല്ലവനാ. തടിയനെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാനും ഈ യേശു മതിയായവനാ. മെലിഞ്ഞു പോയവനെ പുഷ്ടി നൽകുവാനും മെലിഞ്ഞു പോയവളെയും പുഷ്ടി നൽകുവാനും യേശു മതിയാനും. 16/10/2020 ഇത് 200 വർഷം പിറകിലല്ല, ഇപ്പോൾ യേശു പ്രവർത്തിക്കുന്നു. ആ ജോൺസൺ ചാന് വേണ്ടി യേശു അന്ന് പ്രവർത്തിച്ചു, ഇപ്പോഴും പ്രവർത്തിക്കുന്നു. എനിക്ക് വേണ്ടി യേശു പ്രവർത്തിച്ചു, സിനിമത്തിന് വേണ്ടി യേശു പ്രവർത്തിച്ചു. അല്ല എങ്കിൽ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഇവിടെ കാണുമായിരുന്നില്ല. ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങളോട് ചേർന്നൊന്ന് ഏറ്റു പറഞ്ഞ്, യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണം. കമോൺ, ഒന്നിച്ചൊന്ന് ഉറക്കെ അത് രോഗസൗഖ്യത്തിനായിരിക്കും. യേശുവേ, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണം. കടഭാരം മാറാനായിരിക്കും. യേശുവേ, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണം. എനിക്കൊരു വീടുണ്ടാകാനാകാം. യേശുവേ, എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണം. യേശുവേ, വിദേശത്തേക്ക് പോകാനാകാം. എനിക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കണമേ. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ 325 പേര് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഹാർവസ്റ്റ് കേരളത്തിലൂടെ അനേകർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. നമുക്കൊന്നിച്ച്
ചേർന്ന് പ്രാർത്ഥിക്കാം. ജോൺസൺ ചാൻ ടെലഫോണിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. ഇന്ന് രാത്രി കേട്ട സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ കാണിച്ച വലിയ മനസ്സിന് കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് ജോൺസൺ ചാൻ നന്ദി അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഈ സമയത്ത് കർത്താവെ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 5 വർഷം മുമ്പ് കർത്താവെ നാണക്കേടിന്റെയും നിന്ദയുടെയും അനുഭവത്തിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. കർത്താവെ, അങ്ങ് നടത്തിയ വിധങ്ങൾ എത്രയോ അതിശയകരമായിട്ട് പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒന്നും വീണു പോകാതെ അങ്ങ് കർത്താവിനെ കാത്തു പരിപാലിച്ചു. കർത്താവ് ഇന്ന് അടിയൻ അനുഭവിച്ച അതേ സാഹചര്യത്തിൽ കൂടെ അനേകർ കടന്നു പോകുന്നു. കർത്താവെ അടിയൻ അനുഭവിച്ച ആ വിടുതൽ കർത്താവ് അടിയന് മാത്രം അവകാശപ്പെട്ട വിടുതലല്ല കർത്താവെ. അത് കർത്താവ് ഇന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന, വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെട്ടതാണല്ലോ കർത്താവെ. ഈ സമയത്ത് ഞങ്ങള് ദേശത്ത്, ഭവനത്തില്, നാണക്കേടില്, നിന്നയിലായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ശുഭകരമായ ഭാവി അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതി സ്വയം എഴുതി തള്ളിയ ഒരുപാട് പേരുണ്ട് കർത്താവെ. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി ലഭിക്കാതെ, യൗവനപ്രായം കഴിഞ്ഞു പോകുന്നവർ, ഭവനത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാതെ ഭവനത്തിൽ നിന്നയിലായിരിക്കുന്ന കുടുംബനാഥന്മാരുണ്ട് കർത്താവെ. വലയിലകപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. വലിയ ഭാരം വെച്ച അവസ്ഥയിലായവര്, വരുന്നവനും പോകുന്നവനും ഒക്കെ തലയിൽ കയറി നിരങ്ങുന്ന അവസ്ഥയിലായവർ, യേശു അവസ്ഥകളെല്ലാം ഇതാണെങ്കിലും അങ്ങ് അവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിതത്തിൽ മറ്റേ ചെവി അറിയാതെ, അങ്ങേ ഭിത്തി അറിയാതെ കരയുന്ന നിരവധി ജീവിതങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കണ്ണുനീര് തൂകുമ്പോൾ മനസ്സലിഞ്ഞ് പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരുണ ഈ വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിൽ നിന്ന് വീഴുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ബിസിനസ്സുകാരുണ്ട്. വലിയ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ അവരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രശ്നങ്ങളെ കാരണത്തെ അങ്ങ് എടുത്ത് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിധിയില്ലാതെ അങ്ങ് അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ ഉയർത്തണം, അനുഗ്രഹിക്കണം. രോഗത്തിന്റെ അവസ്ഥയിലേക്ക് അതുകൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ സൗഖ്യമാക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ജോൺസ്റ്റാർ. ടെലിഫോണിൽ വന്ന് പ്രാർത്ഥിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദീപ്രദരെ വിമല തിരുവല്ല ട്രിവാൻഡ്രത്തും നമ്മെ അറിയിച്ചിരിക്കുന്ന രാവിലെ തൈറോയിഡും കിഡ്നി ഫംഗ്ഷനിലേക്ക് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായി പ്രെയിൻ കേരളയിലെ പ്രാർത്ഥന ചോദിച്ചിട്ടാണ് കടന്നു പോയത്. കുടുംബങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഫലമായി എല്ലാ റിപ്പോർട്ടും നോർമലാണ്. പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. 16/10/2020 മീനങ്ങാട് ജിൻസി ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച പ്രൈസ് റിപ്പോർട്ടാണ്. ടിപ്പറിന് ഓട്ടമില്ലാതെ വളരെ വിഷമിക്കുന്ന സമയത്താണ് സിംഹദ്രയെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോൾ നല്ല ഓട്ടം ലഭിക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നു. പ്രാർത്ഥിച്ചുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇത് ജോൺ വർഗീസ് വാട്സാപ്പിലൂടെ അറിയിച്ചിരിക്കുന്ന അവന് പുകച്ചിലും വേദനയുമായിരുന്നു. പ്രിയം കേരളയിൽ വാട്സാപ്പിലൂടെ തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകി കൊടുത്തു എന്ന് 16/10 നമ്മെ ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് കോവിഡ് പോസിറ്റീവ് നിമിത്തം വിഷമിക്കുന്ന സമയത്താണ് തിരുവല്ലയിൽ നിന്നും ഓമന ഈ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ റിപ്പോർട്ട് നോർമലായി പ്രാർത്ഥിച്ചുള്ള നന്ദിയും അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രിയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ സമയത്ത് നമുക്ക് സ്ത്രീ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അനുഗ്രഹത്താൽ ഒരു സ്ത്രീ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ ഇന്ന് രാത്രി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ സ്ത്രീ സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രായാധിക്യത്തിലിരിക്കുന്ന മാതാവ് മുതൽ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾ വരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. സ്വർഗത്തിലെ അപ്പച്ച വിഷണ്ണ മനസ്സിനെ അത് സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരുതലുകൾ ഓരോ കുടുംബത്തിലും വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തകർച്ചകൾ മാറട്ടെ, ഉദ്ധരിക്കുന്ന കരുതലുകൾ അവർക്കുണ്ടാകട്ടെ. അപ്പാ, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരെ ഉദ്ധരിക്കുവാൻ, അവരെ മാന്യസ്ഥാനത്തെത്തിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആലോചനയാൽ അവരെ വഴി നടത്തണമെന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവേ, ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ അംഗവൈകല്യ നിമിത്തം, മനോവ്യസനം നിമിത്തം അവർ ഭാരപ്പെടുന്നു കർത്താവേ. ആ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും പൂർണ്ണ വളർച്ചയും എത്തിയ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുവാനിടയാകട്ടെ. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ, ഹല്ലേലൂയ, വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന
തലമുറകളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവേ. തക്ക തുണകളെ യഥാസമയം ഒരുക്കി കൊടുത്ത് ആ കുടുംബത്തിന് യോഗ്യമായ ജീവിതം നയിപ്പാൻ തൻ്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചു വൈദങ്ങളെ ഏൽപ്പിക്കുക കർത്താവേ. അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ, പലവിധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രികാലം അങ്ങയുടെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം ആ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കട്ടെ കർത്താവേ. ഉറക്കമില്ലാതെ കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ആ കരച്ചിലിനെ ശാന്തമാക്കുവാൻ കഴിയുള്ള അങ്ങയുടെ കരുതൽ ഇന്ന് രാത്രിയിൽ അനുഭവിപ്പാനിടയാകട്ടെ. ദൈവം തൊട്ട് സുഖപ്പെടുത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഫെബ്രുവരി 1-ാം തീയതി ആരംഭിച്ച ശുശ്രൂഷ 2500 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ദിവസങ്ങൾ, മാസങ്ങൾ കഴിയും, വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയോ പ്രിയപ്പെട്ടവരാ നമ്മോട് കൂടെ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുക. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും എൻ്റെ പിതാവിൽ നിന്ന് മറുപടിയുണ്ട്. അനേക ജീവിതങ്ങളുടെ സൗഖ്യം അതിൻ്റെ പ്രൈസ് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. കൊല്ലത്തുനിന്നും സുജ അനിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന നടുവിനും കാലിനും കഠിനമായ വേദനയിലൂടെ പോകുന്ന സമയത്താണ് എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം എണ്ണ എടുത്ത് ശരീരത്തിൽ പുരട്ടി നമ്മുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ശ്രീമത്രേ, അത്ഭുതകരമായ സൗഖ്യം യേശു നൽകി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ നമ്മളും ഇവിടെ എണ്ണയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദീപ്രദരെ, തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെയും എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും ഈ പ്രാർത്ഥന തത്സമയമായി നടക്കുമ്പോൾ നമ്മൾ ഈ എണ്ണയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന എണ്ണയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ശരീരത്തിലൊക്കെ പുരട്ടുന്നു. രോഗികളായിരിക്കുന്നവർ അത് ശരീരത്തിൽ പുരട്ടുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യം അവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്ന, പ്രാർത്ഥിച്ച വെള്ളം കുടിക്കുന്ന പ്രിയപ്പെടുന്ന മൃഗങ്ങൾക്ക് കൊടുക്കുന്നവരുണ്ട്, കൃഷി സ്ഥലങ്ങളിൽ തളിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ദൈവപ്രവൃത്തി കാണുന്നത് ആ പ്രിയപ്പെട്ട അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഡോക്യുമെൻസുകളുടെ മേലും കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അതിന് മുമ്പ് ഇത് കുണ്ടറിൽ നിന്ന് ബിന്ദു ഫിലിപ്പ് 16/10/2020 ഇവിടെ അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. ഈ വിഷയം പ്രിയങ്കലിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കലിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ബന്ധം കർത്താവ് നൽകുന്ന സംരക്ഷണം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് റെജി അറിയിച്ചിരിക്കുന്ന തിളച്ച വെള്ളം ശരീരത്തിൽ വീണു. ശരീരം മുഴുവനും പൊള്ളേണ്ട അവസ്ഥയായിരുന്നു. എന്നാൽ സിൽവദരെ ആമീൻ സ്തോത്രം, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ശരീരത്തിൽ ഒരു കുമിള പോലും വരാതെ കർത്താവിന്റെ സംരക്ഷണം ശരീരത്തിൽ അനുഭവിപ്പാൻ ഇടയായി എന്ന് അറിയിച്ചിരിക്കുന്നു. ഇത് ജേക്കബ് ചെങ്ങന്നൂരിൽ നിന്നും അറിയിച്ചിരിക്കുന്ന ഇങ്ങനെ അദ്ദേഹം ഒരു വണ്ടി ഓടിക്കുക. അദ്ദേഹത്തിന് ഓണറിൻ്റെ വൈഫിനും അമ്മയ്ക്കും ഒക്കെ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രിയങ്കലിൽ പ്രാർത്ഥന കൊണ്ട് അറിയിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം എല്ലാവർക്കും നൽകി കൊടുത്തു അന്ന് അറിയിച്ചിരിക്കുന്നു. 6 മാസമായിട്ട് കഠിനമായ അസ്ഥിക്ക് വേദന നിമിത്തം വിഷമിക്കുന്ന സമയം തിരുവഞ്ചൂരിൽ നിന്നും ഒരു മാതാവാണ് അത് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്താണ് എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് എണ്ണ ശരീരത്തിൽ പുരട്ടി ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം നൽകി എന്നറിയിച്ചിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടക്കുന്നുവെങ്കിൽ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ബ്രദറെ, നമ്മൾ ഒന്നിച്ച് എണ്ണയും വെള്ളം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ആൾക്കാർ അറിയിച്ചിരിക്കുന്ന പിതാവിന് 2 കിഡ്നിയിലും സ്റ്റോൺ അതികഠിനമായ വേദനയോടെ കടന്നു പോകുന്നു. പൂർണ്ണ സൗഖ്യത്തിന്റെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മറിയാമ്മ അറിയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിക്ക് കോവിഡ് പോസിറ്റീവ് നിമിത്തം വിഷമിക്കുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് സുധർമ്മ കൊല്ലത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് മദ്യപാനം, ജോലിയില്ല, ഫാറ്റി ലിവറുണ്ട്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലീലാമ്മ ജേക്കബാണ് വിവരം അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് ജേക്കബ് സാമുവലിന് ഇന്ന് രാവിലെ മുതൽ പനിയും നടുവേദന നിമിത്തം വളരെ വിഷമിക്കുന്നു, പ്രാർത്ഥിക്കണം. ഇത് ഷൈജ ട്രിവാൻഡ്രത്തുനിന്ന് അറിയിച്ചിരിക്കുന്ന കടഭാരമുണ്ട്, വീട് പണി പൂർത്തീകരിക്കുവാൻ സാധിക്കണം, ജോലി നഷ്ടപ്പെട്ട് വിവാഹം നടക്കണം, ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നു. ഇത് അറിയിച്ചിരിക്കുന്നത് പൊടിയാടിയിൽ നിന്ന് കുഞ്ഞുമോനാണ് വിവരം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ എണ്ണയുടെ വെള്ളത്തിന് മീതെ കരങ്ങൾ വെച്ച് നാം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ
കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവേ, നിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആമീൻ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ വിഷമിക്കുന്നവർ കർത്താവെ എണ്ണ കരങ്ങളിലെടുത്ത് കർത്താവെ ആമീൻ രോഗമുള്ള ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെള്ളം കരങ്ങളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ടിട്ട് കർത്താവെ അത് കുടിക്കുമ്പോൾ ആമീൻ ജീവനും സമാധാനവും ആരോഗ്യവും ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡോക്യുമെന്റ്സുകൾ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശുവെ, നിന്റെ നാമത്തിൽ അത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഹാര സാധനങ്ങൾ കർത്താവെ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ മദ്യത്തിൻ്റെ കെടുതികളിലൂടെ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ വിടുതലും സൗഖ്യവും ഞങ്ങൾ അവരുടെ മേൽ കൊണ്ടുവരുന്നു. ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത്ഭുത മന്ത്രിയുടെ സ്വാതന്ത്ര്യവും വിടുതലും അടിമത്തങ്ങളിലൂടെ പോകുന്ന ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ടാകട്ടെ. നഗ്നചിത്രങ്ങൾ, പോണോഗ്രാഫിക്ക് അടിമകളായവരുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ വിടുതൽ. ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ ഉൾപ്പെട്ടു പോയവരുണ്ട്, ചതിയിൽപ്പെട്ടു പോയവരുണ്ട്, സ്ത്രീ പുരുഷന്മാരുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യവും നന്മയും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ഇന്ന് രാവിലെ ഇവർ ജെസോ ജോസ് വാട്സാപ്പിലൂടെ അറിയിച്ച വിവരം, എൻ്റെ പിതാവിന് 86 വയസ്സുണ്ട്, ഹാർട്ട് അറ്റാക്ക് നിമിത്തം ICUവിലാണ്, പ്രാർത്ഥിക്കണം എന്നാണ് ഇവർ നീലേശ്വരത്തു നിന്ന് കേരളയിലേക്ക് സിനിമ വിവരം അറിയിച്ചത്. നമ്മൾ ഒരു വിഷയം ഇവിടെ വന്നാൽ നമ്മൾ ആ സന്ദർഭത്തിൽ തന്നെ ടെലഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ആ പ്രാർത്ഥനാ വിഷയം എഴുതി വെക്കുന്നു. നമ്മൾ വൈകിട്ടാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഒക്കെ നടക്കുന്ന പ്രാർത്ഥനയിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് 5:18 രാവിലെ വിളിച്ചത് ഇവിടെ 3:38 രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് ഇവരിവിടെ വിളിച്ചത്. വൈകിട്ട് 5:18 കഴിഞ്ഞപ്പോഴത്തേക്കിൽ വെന്റിലേറ്ററിലും ICUവിലായിരുന്ന ഈ പിതാവ്, 86 വയസ്സുള്ള പ്രിയ പിതാവ്, സംസാരമൊന്നും ഇല്ലാതിരിക്കുക, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കർത്താവ് നൽകിക്കൊടുത്തു. സംസാരിച്ചു, വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, പ്രാർത്ഥിച്ച് എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. സാമ്പ്രദായ ഈ രാത്രിയിലും അനേകം പേരുണ്ട്, പ്രത്യേകിച്ച് കോവിഡിൽ നിന്നും സൗഖ്യമായ ഒരു വിവരങ്ങൾ നമുക്ക് വരുന്നു. ഇത് എനിക്കും വീട്ടിലെ 3 പേർക്കും കോവിഡിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അജിതാണ് അറിയിച്ചത്. പ്രിയങ്കയിൽ ഈ വിഷയം പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. എല്ലാവർക്കും റിപ്പോർട്ട് ഇപ്പോൾ നെഗറ്റീവാണ്. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. തലവേദന, വളരെയധികം ഛർദില്, യേശുവിന്റെ സന്നിധിയിൽ സൂസമ്മ ജോൺസൺ ഡൽഹിയിൽ നിന്ന് പ്രാർത്ഥന സഹായം. അംബിക ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന ചേച്ചിയുടെ മകള് കുടുംബം കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും സൗഖ്യം ലഭിച്ചു, നന്ദി അറിയിച്ചിരിക്കുന്നു. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ പങ്കെടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പ്രാർത്ഥിച്ച് സൗഖ്യം അനുഭവിക്കുക മാത്രമല്ല, നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് വിടുതൽ അനുഭവിക്കണം. ഇന്നലെ രാത്രിയിൽ വയറുവേദന ഉണ്ടായി. രാത്രിയിൽ പ്രിയങ്കയിലെ കുടുംബത്തിൽ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളൊന്നും ഈ കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങി പിന്നെ ഞങ്ങളത് അത് വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഈ മാതാവ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ രാത്രി അല്പം എണ്ണയെടുത്ത് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ച് പുരട്ടുകയൊക്കെ ചെയ്തു. കർത്താവിന്റെ സൗഖ്യം അവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. മിനി മാത്യു ഇത് അറിയിച്ചിരിക്കുന്നത് 16:10 ഇവിടെ അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡിന് കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ച റിപ്പോർട്ടുകൾ എല്ലാം നോർമൽ, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഫ്രണ്ടാണ്, പുഴു കടിച്ചിട്ട് അത്യാസന നിലയിലായി. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യത്തോടെ ആയിരിക്കുന്നു എന്ന് യോഹന്നാന് അറിയിച്ചിരിക്കുന്നു. മകന് +1 അഡ്മിഷന്റെ ആവശ്യത്തിന്റെ പ്രിയങ്കയിലെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മിനി ജോൺ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മോൻ അഡ്മിഷൻ ലഭിച്ചു. മാത്രമല്ല ബ്രദറിന്റെ മകൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, അതും പ്രാർത്ഥന ചോദിച്ച റിപ്പോർട്ട് നെഗറ്റീവായി, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഗ്രാൻഡ് ഫാദറിന് ബ്രെയിനിലേക്കുള്ള ഞരമ്പിന് ബ്ലോക്കുകൾ സംഭവിച്ചു. ആശുപത്രിയിൽ പോയി പരിശോധനകൾക്ക് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞൊരു മേജർ സ്ട്രോക്ക് വരും. ഒന്നുകിൽ ആ സ്ട്രോക്കിനെ തുടർന്ന് കുറച്ച് നാൾ തളർന്നു കിടക്കും, അല്ല എങ്കിൽ അധികം സമയം ഉണ്ടാകില്ല. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യത്തെ അദ്ദേഹത്തിന് നൽകിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും കൊച്ചുമകൾ നന്ദി അറിയിച്ചു. അമ്മ പന്തളത്തൊന്നും ഇത് 16:10 ഇവിടെ നമ്മളിപ്പോൾ അറിയിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. വയറിൽ കഠിനമായ വേദനയായിരുന്നു. കുടുംബങ്ങളുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. ഹസ്ബൻഡ് ഖത്തറിൽ സോഡിയം കുറഞ്ഞു വെന്റിലേറ്ററിലായിരുന്നു. പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുത സൗഖ്യം ദൈവം അദ്ദേഹത്തിന് നൽകി. ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി. ലെസി മാത്യു മണറാട് നിറച്ചിരിക്കുന്നത് മകളും കുഞ്ഞും ഖത്തറിൽ നിന്നും വന്നു. യാത്രയ്ക്ക് വേണ്ടി പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിച്ചു, സുഖമായി എത്തിച്ചേർന്നു. മാത്രമല്ല ക്വാറന്റൈനിലായിരുന്നു. വീണ്ടും കോവിഡ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പായി പ്രാർത്ഥന ചോദിച്ചു. എല്ലാ റിപ്പോർട്ടും നെഗറ്റീവാണ്, പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു.
അറിയിച്ചിരിക്കുന്നു. മകന് ഹോസ്പിറ്റലായി, എറണാകുളത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവൻ ICUവിൽ മറ്റു ആക്സിഡൻറ്റിനെ തുടർന്ന് 15 ലക്ഷം രൂപയുടെ ബില്ല് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇനി ആകെ ഉള്ളത് വീടും സ്ഥലവും വിൽക്കുക എന്നുള്ളത്. ആ സന്ദർഭത്തിൽ പോയി വിൽക്കാൻ ശ്രമിച്ചാൽ ആരും ഒട്ടും വില തരത്തുമില്ല, കിട്ടുകയുമില്ല. നമുക്കതിലൊക്കെ അറിയാവുന്ന വിഷയമാണ്. പക്ഷെ പ്രൈക്കല ചേർന്ന് പ്രാർത്ഥിച്ചു. ആ വസ്തുവും വീടും വിൽക്കാതെ നമ്മുടെ കുടുംബയോഗത്തിൽ അദ്ദേഹം നേരിട്ട് വന്ന് ഈ അനുഭവം പറയുകയും ചെയ്തു. വിൽക്കാതെ ദൈവം അവർക്കൊരു വഴി തുറന്നു കൊടുത്തു. ആ മകന് സൗഖ്യവും കിട്ടി, കടവും കർത്താവ് ആ ബില്ലടയ്ക്കാനുള്ള വഴിയും കർത്താവ് തുറന്നു കൊടുത്തു. പക്ഷെ എന്നിട്ട് ആ പിതാവ് പറഞ്ഞൊരു വാചകം, വിറ്റ് കിട്ടിയാൽ അതിൻ്റെ ഒരു ഭാഗം പ്രൈക്കലിലേക്ക് തരുവാനും ആഗ്രഹിക്കുന്നു. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ അത് നമുക്ക് സഹായമാകും. അത് ചെയ്യുമ്പോൾ സാമ്പ്രദായ അനേകം പ്രിയപ്പെട്ട വാട്സപ്പിലൂടെ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. ഇമെയിൽ മുഖാന്തരം പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ പകൽ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്താണ് കൂടുതൽ നമ്മുടെ സഹോദരന്മാരുടെ ടെലിഫോൺ ലൈനിലുള്ളത്. ഇത് വാട്സപ്പിലൂടെ ജാസ്മിൻ ഇവിടെ അറിയിച്ചതിങ്ങനെ ഹസ്ബൻഡ് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. പ്രിയങ്ക കുടുംബത്തിന്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്നു. ചേർന്ന് പ്രാർത്ഥന ഫലമായി അദ്ദേഹത്തിന് ഇപ്പോൾ സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥന നന്ദി അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി വിവിധ ആവശ്യങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പലരും ബില്ലടയ്ക്കാനായിട്ട് ആശുപത്രിയുടെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒത്തിരി ലേറ്റായിട്ട് എൻ്റെ ടെലിഫോണിൽ ആരോ ആശുപത്രിയിൽ കണ്ടുമുട്ടിയ ആളാണ് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തത്. എന്നിട്ട് വിളിച്ച് ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ ഞാൻ അവർ കരയുക, അലറി കരയുക. ഇതാണ് വിഷയം. ബില്ല് വന്നു, ഹസ്ബൻഡിൻ്റെ ബില്ല് വന്നു, ഒരു അപകടത്തെ തുടർന്ന് ബില്ല് വന്നു. വലിയൊരു തുക, അവരുടെ വീടും കൂടെ മുഴുവൻ കൂടെ വിറ്റാലും അടയ്ക്കാൻ പറ്റാത്തൊരു പോലും ഒരു ബില്ലിൻ്റെ മുമ്പിൽ അവർ നിലവിളിക്കുക. അവർ കരഞ്ഞ് അവിടെ വീണുപോയി. ആ സന്ദർഭത്തിൽ ആരോ അവരെ ആശ്വസിപ്പിക്കാനൊക്കെ ചെന്ന വ്യക്തിയാണ് പ്രൈക്കറിനെക്കുറിച്ചും എൻ്റെ നമ്പറും ഒക്കെ കൊടുത്തത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിശയങ്ങളുടെ ദൈവം വിവിധ ആവശ്യങ്ങളിൽ അത്യാവശ്യമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകേണ്ടതിന് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചിലർ ആഹാരത്തിന് വേണ്ടി പോലും വിഷമിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട്, കുട്ടികളെ കെട്ടിച്ചു വിടേണ്ട ആവശ്യത്തിന് മുമ്പിലായിരിക്കുന്നവരുണ്ട്. മഴയായി ഇപ്പോൾ തോരാതെ മഴ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്. വീടൊന്ന് പുതുക്കിയെടുക്കേണ്ട അത്യാവശ്യമുണ്ട്. ചോർന്നൊലിക്കുന്ന വീടുകളുണ്ട്. ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ഇന്ന് രാത്രി പ്രൈക്കല കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഫിലിപ്പിയർ 4:19 എഴുതിയിരിക്കുന്ന സിനിമതരെ, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ മൈ നീഡ്സ്. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം എൻ്റെ യേശു നിറവേറ്റി തരും. എൻ്റെ ആവശ്യം, അവിടെ ബുദ്ധിമുട്ട് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൻ്റെ അർത്ഥം ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി മാത്രമേ യേശു പ്രവർത്തിക്കുന്നുള്ളൂ എന്നൊരു ചിന്തയിൽ എല്ലാവരും ആ വാക്യം വായിക്കുന്നത്. അതല്ല, ബുദ്ധിമുട്ടെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ ഓരോ ആവശ്യവും, എൻ്റെ ജനനത്തിൻ്റെ 1-ാമത്തെ നിമിഷം മുതൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന എത്ര ദിവസങ്ങളുണ്ടോ അത്രയും നാളുകളിൽ എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ ഇതുവരെയും ഈ നാളുകളിൽ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് അത് തന്നെ അനുഭവിക്കുന്നത് പറയുവാൻ കഴിയും. കർത്താവ് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. നമ്മുടെ He will pay our bills. God will pay our bills. Honestly, I just want to encourage you with this testimony from our own lives. Jesus is more than able to pay our bills. നമ്മുടെ ബില്ലുകൾ കൊടുക്കുവാൻ യേശു മതിയാണ്. 10-20 വർഷമായി സിനിമ നമ്മൾ തമ്മിൽ അറിയാം. ഇത് സിനിമ കണ്ട ഇവിടെ വളരുന്നത്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരാവശ്യം വരുമ്പോൾ നമ്മൾ തെക്കോട്ട് പോകുന്നില്ല, വടക്കോട്ട് പോകുന്നില്ല, കിഴക്കോട്ട് പോകുന്നില്ല, പടിഞ്ഞാറോട്ട് പോകുന്നില്ല, കരം നീട്ടി നമ്മൾ എങ്ങും നടക്കുന്നില്ല. പ്രൈക്കറുടെ ആവശ്യങ്ങൾ പോലും നമ്മൾ ഇതുപോലെ തന്നെ പേപ്പറിൽ എഴുതി വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അതിശയം പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ ഒന്ന് ഉറക്കം വിളിച്ച്, യേശുവേ എൻ്റെ ആവശ്യത്തിൽ പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, കടങ്ങളിൽ നിന്ന് വിടുവിക്കണം, ആവശ്യങ്ങളിൽ നീ പ്രവർത്തിക്കണം. ഒന്നിച്ച് നാം പ്രാർത്ഥിക്കും. സ്വർഗ്ഗപിതാവേ, ഈ സമയത്ത് കർത്താവേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാതെ വേദനയുടെ അടിത്തട്ടിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വല്ലാത്ത തരത്തിൽ കർത്താവേ ഹൃദയ തകർച്ച അനുഭവിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലിൽ കർത്താവേ കണ്ണുനീരോടായിരിക്കുന്നവരുണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യഹോവ ഈരയായി ഇന്ന് കർത്താവ് വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് യഹോവ ഈരയാണ്. അവിടുന്ന് ഹാഗാറിന്റെ പൈതലിന്റെ കരച്ചിൽ കേട്ട് നീരുറവ കാണിച്ചു കൊടുത്ത ദൈവമാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നന്മയുടെ ഉറവിടം, അറിയപ്പെടാത്ത വഴിയിൽ കൂടെ, അറിയപ്പെടാത്ത വാതിലിൽ കൂടെ യേശു കർത്താവെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ്
പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ യേശുവേ അവിടുന്ന് മതിയായ ദൈവമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ആവശ്യങ്ങൾക്ക് മുൻപിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, അവരെവിടെയായിരുന്നാലും യേശു കർത്താവിന്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും പ്രേയിങ് കേരളയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ തത്സമയം നടക്കുന്നത് നമുക്കറിയാം. ലോക്ക്ഡൗൺ ഉണ്ട്, കുട്ടികളുടെ ഓൺലൈൻ എക്സാംസ് നടക്കുന്നു, പാട്ട് പാടുന്നവർ, ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നവർ ഒന്നും നമുക്ക് രാത്രിയിൽ പോലും കിട്ടാതെ വരുന്ന, രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. പല സഹോദരന്മാർ രാവിലെയും രാത്രിയിലും ഒക്കെ വന്ന് ടെലഫോൺ എടുക്കുകയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കൃത്യമായി എഴുതി വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. എങ്കിലും പ്രാർത്ഥനയ്ക്ക് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ അതിപ്പോൾ എഴുതി വെക്കുക. പകൽ സമയത്ത് അത് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങൾ ടെലഫോൺ എടുക്കുവാനായിട്ട് ഉണ്ടാകും. എൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ ആരോടെങ്കിലും മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സൂം മീറ്റിങ്ങിൻ്റെ കാലഘട്ടമായതുകൊണ്ട് രാവിലെ മുതൽ സിൻബുദ്ധനറിയാം, ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഓഫീസിലോട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയും പല മീറ്റിങ്ങുകളും ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതെ പോകുന്നു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഞാൻ എടുക്കാഞ്ഞതിൽ വളരെയധികമായി ദേഷ്യപ്പെട്ട ഒരു പിതാവുണ്ട്. താങ്ക് യു. അങ്ങനെ ദേഷ്യപ്പെട്ടതിന് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിഷമം കൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടത്. ആരോ കൊടുത്ത നമ്പറിലാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. താങ്ക് യു സോ മച്ച്. പക്ഷേ എൻ്റെ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളും കൂടെ കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെക്കും. 368 പേര് ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയിൽ യൂട്യൂബിലൂടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ പ്രാർത്ഥനാ വിഷയം എനിക്ക് അത്യാവശ്യമായിട്ട് 15,000 രൂപ വേണമെന്നുള്ളൊരു വിഷയം അവിടെ കണ്ടിരുന്നു. നമുക്കൊന്നിച്ച് വീണ്ടും പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് രാത്രി ഉറക്കം ഒന്ന് പറയണം, എൻ്റെ ആവശ്യങ്ങൾ അവിടുന്ന് നിറവേറ്റി തരണം. നെഞ്ചിന് വേദന നിമിത്തം വിഷമിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ കാലിൽ 2 മുഴകളുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പ്രേയിങ്കല ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് ഇതിന് 2 വിഷയങ്ങൾ കർത്താവ് പരിഹാരം അവർക്ക് നൽകിക്കൊടുത്തു. ബ്രദറിന് നല്ലൊരു ജോലി ലഭിക്കേണ്ട വിഷയം പ്രേയിങ്കലയിൽ അറിയിച്ചു. നമ്മൾ കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ബ്രദറിന് നല്ല ജോലി ലഭിച്ചു എന്ന് വാട്സാപ്പിലൂടെ സജിത് അറിയിച്ചിരിക്കുന്നു. രാത്രി നമ്മൾ പുരുഷ സമൂഹത്തിനായി ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകിയ ഒരു പുരുഷൻ ആണ് ഏതെങ്കിലും ഒരു ലോകത്തിൽ പാർക്കുന്നെങ്കിൽ അവർ അവിടെ അനുഗ്രഹിക്കപ്പെടണം. ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടാകണം. ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്ന ഒരു ആണായി, ഒരു പുരുഷനായി അവർ ഓരോരുത്തരും മാറേണ്ടതിന് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീടുകളിൽ മാത്രമല്ല, ജയിലുകളിലായിരിക്കുന്നവരുണ്ട്, തെരുവിൽ മദ്യപിച്ച് ലക്കില്ലാതെ നടക്കുന്നവരുണ്ട്, ഇന്ന് അവിടെ ഇവിടെയൊക്കെ കുഴിയിലും ഓടയിലുമൊക്കെ വീണ് കിടക്കുന്നവരുണ്ട്, പുകവലിച്ച് ലക്ഷ്യമില്ലാതെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മറ്റും അടിമകളായ പ്രിയപ്പെട്ടവരുണ്ട്, വഴക്കുണ്ടാക്കുന്നവരുണ്ട്, പല ബഹളങ്ങളിൽ ചെന്ന് ഇന്ന് രാത്രി മനഃപൂർവ്വം പോയി പെടുന്നവരുണ്ട്, പല കേസുകളിൽ കൊലപാതകങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്കിന്ന് രാത്രി അവരൊക്കെ വിലപ്പെട്ട മനുഷ്യരാണ്. ഞങ്ങളോടൊപ്പം യേശുവിൻ്റെ സന്നിധിയിൽ 2 കരങ്ങളും ഉയർത്തി ആൺ സമൂഹത്തിനായി ഒന്നിച്ച് പ്രാർത്ഥിക്കും. അതേ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, നിന്റെ നാമത്തിലെ പുരുഷ സമൂഹത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൊച്ചുകുട്ടി മുതൽ വാർദ്ധക്യത്തിലുള്ള പിതാക്കന്മാരെ വരെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവേ, നീ സൃഷ്ടിച്ചതിലുള്ള ഉദ്ദേശം അവരിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതിന്
മാറേണ്ടതിനായി ഇന്ന് രാത്രി ഞങ്ങൾ യേശുവെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനസിക സമ്മർദ്ദങ്ങൾ അവരിൽ നിന്ന് മാറട്ടെ കർത്താവെ. ആമീൻ. പല കേസുകളിൽ അകപ്പെട്ട ജയിലുകളിൽ അടയ്ക്കപ്പെട്ടവരുടെ കർത്താവെ ഇപ്പോൾ തന്നെ അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപിക്കുന്നവരുണ്ട് കർത്താവെ. ആമീൻ. ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് കർത്താവെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സ്വാതന്ത്ര്യവും കർത്താവെ അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ തകർച്ചകളുടെ കടന്നു പോകുന്ന പുരുഷന്മാരുണ്ട് കർത്താവെ. ആമീൻ. സാമ്പത്തികമായി വിഷമിക്കുന്നവരുണ്ട്, സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട് കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മേഖലകളിലും കർത്താവെ അങ്ങ് നൽകുന്ന വികസനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാമ്പ്രദായ ഇന്ന് പകല് നമുക്ക് ഇവിടെ വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയെടുത്ത് മാത്രം നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്നത്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് അവർക്കായി പ്രാർത്ഥിക്കാം. കർത്താവെ, സലീനയ്ക്കായി പ്രാർത്ഥിക്കും. നെഞ്ചിന് പ്രയാസം, തളർച്ച, നീർക്കെട്ട്, അസിഡിറ്റി, കാലിന് അലർജി, ഇതുപോലെ വിഷമിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ സൗഖ്യത്തെ അവരിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ വിടുതലിനെ ഞങ്ങൾ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ, കണ്ണുനീർ അവിടുന്ന് തുടയ്ക്കും. ലോർഡ്, വി ബ്രിങ് എവറി പേഴ്സൺ, ലോർഡ്, collectively as masses to your God. We pray, oh God, that the blessings of the Lord, the power of the living God will descend upon everyone as we pray together, Lord. Heal our nations around us, oh God. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, heal us, we pray to you, God. No vaccine is able to heal us from COVID-19 so far, but we look to you, oh God. Have mercy upon the suffering humanity, oh God. Heal us, oh God. കർത്താവേ, ലോകം മുഴുവൻ വിഷമിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി അങ്ങയുടെ സൗഖ്യത്തെയും വിടുതലിനെയും ഓരോരുത്തരിലേക്കും ഞങ്ങൾ കൊണ്ടുവരുന്നു, അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. കർത്താവേ, ഇന്ന് രാത്രി ശിശുക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഉറങ്ങേണ്ട സമയത്ത് ശിശുക്കൾ ഉറങ്ങട്ടെ, ഉറങ്ങേണ്ട സമയത്ത് ഓരോരുത്തരും ഉറങ്ങട്ടെ, ഉറങ്ങേണ്ട സമയത്ത് ഉറക്കമുണ്ടാകട്ടെ. ധൈര്യവും ജീവനും ബലവും ഓരോരുത്തരിലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി ഉണ്ടാകട്ടെ. ചേർന്ന്